الحمدلله رب العالمين الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. സമാദരണീയരായ സാദാത്തുക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, ഈ പ്രൗഢമായ സദസ്സിൽ സന്നിഹിതരായ പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജാമിഅ സമ്മേളനം വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു മാഫ് ചെയ്തു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രത്യേകിച്ച് കഴിഞ്ഞ ജാമിഅ സമ്മേളനത്തിന്റെ ശേഷം നമ്മോട് ഇവിടെ പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ്, അതുപോലെ ചെറുശ്ശേരി ഉസ്താദ്, അവസാനം കുമരമ്പത്തൂർ ഉസ്താദ്, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരിൽ പലരും സുഖമില്ലാത്തവരാണ്. അല്ലാഹു അവരുടെ അസുഖങ്ങൾ പരിപൂർണമായി ഭേദമാക്കുമാറാവട്ടെ. ഇതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അല്ലാഹു അനുഗ്രഹിച്ചതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്ന, സംസാരിക്കുന്ന ഈ സദസ്സിൽ പ്രൗഢമായ ഒരു വിഷയാവതരണം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദങ്ങളെ സംബന്ധിച്ചും മറ്റും വളരെ ആഴത്തിൽ തന്നെ ഇവിടെ ജാമിയയിലെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട ഫൈലി അവർകൾ, ലിയാവുദ്ദീൻ ഫൈലി അവർകൾ ഇവിടെ സവിസ്തരം വിശദീകരിച്ചു. വിശുദ്ധ ഖുർആന്റെ സംവേദന രീതി എന്നതിനെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. സംവേദനം എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും ആജ്ഞകളും, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നടത്തുന്ന പ്രസ്താവനകളും ആശയവിനിമയങ്ങളും അതിൻ്റെ പ്രത്യേകമായ രീതി മറ്റു ഒരു ഗ്രന്ഥത്തിനുമില്ലാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന് നൽകി. ഒരു വ്യക്തി 23 ദിവസം കൊണ്ട് ഒരു ലേഖനം എഴുതി തീർത്തു എന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ ദിവസം അദ്ദേഹം ഒരു ഭാഗം എഴുതി, പിന്നെ അത് എടുത്തു വെച്ച് 1 മണിക്കൂർ എഴുതി, പിന്നെ രണ്ടാമത്തെ ദിവസം അദ്ദേഹം വീണ്ടും അത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും തലേ ദിവസം എന്ത് എഴുതി എന്ന് അദ്ദേഹത്തിന് നോക്കേണ്ടി വരും. നേരെ മറിച്ച് അത് നോക്കാതെ 23 ദിവസം കൊണ്ട് അദ്ദേഹം വലിയ ഒരു ലേഖന പരമ്പര തയ്യാറാക്കിയാൽ ഒരുപക്ഷെ ആദ്യം എഴുതിയതിന്റെ നേരെ വിരുദ്ധമായ പരാമർശങ്ങൾ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം എഴുതിയിരുന്നുണ്ടാവും.
അല്ലെങ്കിൽ അനാവശ്യമായ ആവർത്തനങ്ങൾ വരും. അത് വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിരസത അനുഭവപ്പെടും. എങ്കിൽ വിശുദ്ധ ഖുർആൻ 23 ദിവസങ്ങളെ കൊണ്ടല്ല, 23 വർഷങ്ങളെ കൊണ്ടാണ് പരിപൂർണമായി അവതരിച്ച് പൂർത്തിയാകുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർക്ക് 40 വസന്തം പിന്നിട്ടപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായിട്ട് അവതരിച്ച 5 വചനങ്ങൾ, അതിന്റെ ശേഷം മക്കയിലും മദീനയിലും ത്വായിഫിലും രാത്രിയിലും അതുപോലെ അർദ്ധരാത്രിയിലും നട്ടുച്ചക്കും നടന്നു പോകുമ്പോഴും കിടക്കുന്ന സമയത്തും ഒട്ടകപ്പുറത്തും ഈ 23 വർഷത്തിന്റെ ഇടയിലാണ് പരിശുദ്ധ ഖുർആൻ പരിപൂർണമായിട്ട് അവതരിച്ചു പൂർത്തിയാകുന്നത്. പക്ഷെ എന്നാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പരന്നു കിടക്കുന്ന 6000-ലധികം വചനങ്ങളിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും തെറ്റായ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം ഒരിക്കലും കാണാൻ കഴിയില്ല. മറ്റൊരു ഗ്രന്ഥത്തിനുമില്ലാത്തതാണ്. ഉദാഹരണത്തിന് ബൈബിൾ പഴയ നിയമം. നമ്മൾ ഷൈഖുൽ അംബിയാ എന്ന് പറയുന്ന സയ്യിദ്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി അധ്യായം 6-9 നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇന്നത്തെ മലയാള ബൈബിളിൽ പറയുന്നത് അദ്ദേഹം ഉത്കൃഷ്ടനായിരുന്നു എന്നും കറയറ്റ മനുഷ്യനായിരുന്നു എന്നുമാണ്. ബൈബിൾ ഉപയോഗിച്ച വാക്ക് അതാണ്, കറയറ്റ മനുഷ്യൻ. അതായത് ഒരു തെറ്റും വരാത്ത ആള് എന്നർത്ഥം, എല്ലാം നൽകും പെർഫെക്റ്റ് ആണ് എന്നർത്ഥം. പക്ഷെ ഇതേ ബൈബിൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി 9:21 എഴുതിയിട്ടുള്ളത്, അതായത് ഒരു പേജിന്റെ മാറ്റം. ഇന്ന് മലയാളത്തിലെ ബൈബിൾ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് 9:21 എഴുതുന്നത്, നോഹ അതായത് നൂഹ് നബി അദ്ദേഹം മദ്യപിച്ച് പൂർണ്ണ നഗ്നനായി ബോധം നഷ്ടപ്പെട്ട് അവരുടെ കൂടാരത്തിൽ കിടക്കുമായിരുന്നു. വലിയ വൈരുദ്ധ്യമാണ്. 6:9 പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് 9:21 പറയുന്നത്. ഒരു പേജിന്റെ വ്യത്യാസമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു വൈരുദ്ധ്യം കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അള്ളാഹു ഏറ്റവും നല്ല വൃത്താന്തത്തെ ഇറക്കിയിരിക്കുന്നു. അൽ ഫുർഖാൻ സൂറയിലും അൽ ഇസ്രാ സൂറയിലും ഈ ഘട്ടം ഘട്ടമായി ഖുർആൻ അവതരിച്ചതിനെ സംബന്ധിച്ച് അതിന്റെ ന്യായങ്ങളെ, അതിന്റെ യുക്തിയെ അള്ളാഹു പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തതുപോലെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു ഇഞ്ചീൽ കൊടുത്തതുപോലെ 6000-ലധികം വരുന്ന വചനങ്ങൾ 114 സൂറത്തുകളിൽ പരന്നു കിടക്കുന്നത് ഇത് ഒന്നായിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർക്ക് കൊടുത്തതല്ല. ശത്രുക്കൾ എന്ന് ചോദിച്ചതാണ്, എന്താണ് ഒന്നായിട്ട് ഇറങ്ങാത്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുന്നുണ്ട് അൽ ഇസ്രായിൽ, അതുപോലെ അൽ ഫുർഖാനിൽ. അള്ളാഹു പറയുന്നത്, സുമറിൽ പറയുന്നത്, ഏറ്റവും നല്ല വൃത്താന്തത്തെ അള്ളാഹു ഇറക്കിയിരിക്കുന്നു, ഏറ്റവും നല്ല വാർത്ത. അത് 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ അത് നമുക്ക് എത്തിച്ചു തന്നു. തിരുദൂതർക്കാകട്ടെ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. ഇതിനെ സംബന്ധിച്ച് സമകാലികരായ സംബോധിതർക്കും ശേഷം വരുന്ന ആളുകൾക്കും ഒരു നിലക്കും ഒരു സംശയവും വരാതിരിക്കാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആന്റെ 2 ഭാഗങ്ങളിൽ ആ ഇറക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന് തിരുദൂതരെ സംബന്ധിച്ചും ഒന്ന് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين
അല്ലാഹു തആല പറയുന്നത് ഇത് ആദരണീയനായ ഒരു ദൂതൻ കൊണ്ടുവന്ന വചനങ്ങളാണ്. അവിടെ ആദരണീയനായ ദൂതനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മലക്കിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, ഷിയാക്കളിൽ ഒരു വിഭാഗമുണ്ടല്ലോ, പ്രവാചകൻ ആകേണ്ടിയിരുന്നത് പോലും അലിയാണ്, അത് വഹി വരുമ്പോ ജിബ്രീൽ എന്ന മലക്കിൽ നിന്ന് തട്ടിപ്പറിച്ചതാണ് എന്ന് വരെ പറയുന്ന ഷിയാക്കളിൽ ചില വിഭാഗങ്ങൾ. എല്ലാവർക്കും മറുപടിയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, അതായത് അള്ളാഹുവിൽ നിന്ന് നബിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ മലക്ക് ഒരു ശിപായിയുടെ റോളിലല്ല പ്രവർത്തിച്ചത്. ആ മലക്ക് ശക്തിയുള്ള ആളാണ്, അതായത് തട്ടിപ്പറിക്കാനൊന്നും ആർക്കും കഴിയില്ല. അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിങ്കൽ സ്ഥാനമുള്ള ആളാണ്. അതോടുകൂടെ മുത്താഴിൻ ആകാശ ലോകത്ത് അനുസരിക്കപ്പെടുന്ന ആളാണ്. ജിബ്രീൽ എന്ന മലക്ക് എന്തൊരു കാര്യം പറഞ്ഞാലും ബാക്കിയുള്ള മലക്കുകൾ അതിനനുസരിക്കും, അതിനെ അംഗീകരിക്കും. അമീൻ. പിന്നീട് ആ മലക്കിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് വിശ്വസ്തനാണ് ആ മലക്ക്. അങ്ങനെയുള്ള മലക്ക് എത്തിച്ചു കൊടുത്തതാണ് ഇത് തിരുദൂതരിലേക്ക്. ഇനി അതിൻ്റെയൊക്കെ പുറമെ ആ മലക്കിനോടുകൂടെ ഒരുപാട് മലക്കുകൾ അകമ്പടി സേവിക്കുകയാണ് ആയത്തുകൾക്കനുസരിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്ന സമയം 80,000 മലക്കുകൾ, അൻആം സൂറത്ത് ഇറങ്ങുന്ന സമയം 70,000 മലക്കുകൾ. ചില ആയത്തുകൾക്ക് കൂടുതൽ മലക്കുകൾ അകമ്പടി സേവിച്ചു. അത് ആ ആയത്തുകളുടെയും സൂറത്തുകളുടെയും മഹാത്മ്യത്തിലേക്ക് അറിയിക്കുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കിനെ സംബന്ധിച്ച് ആദരണീയനായ ദൂതൻ എന്ന് പറഞ്ഞിട്ട്, മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ സംബന്ധിച്ചും ആദരണീയനായ ദൂതൻ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നു. ഇനി അതിന്റെ ക്രോഡീകരണം പോലും നോക്കൂ നിങ്ങൾ. ആദ്യമായിട്ട് അവതരിച്ച 5 വചനങ്ങൾ കിടക്കുന്നത് ഖുർആന്റെ അവസാന ഭാഗത്താണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായി ഇറങ്ങിയ വചനം കിടക്കുന്നത് സൂറത്തുൽ ബഖറയിലാണ്. സൂറത്തുൽ ബഖറ ആദ്യത്തിലാണ്. അവതരണത്തിന്റെ ക്രമമനുസരിച്ചല്ല, ആ തർത്തീബ് അനുസരിച്ചിട്ടല്ല അത് ക്രോഡീകരിച്ചിരിക്കുന്നത്. ഖുർആനിലെ 1-ാമത്തെ സൂറത്ത് ഫാത്തിഹ, പ്രാരംഭം. കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെയും സംക്ഷിപ്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം അൽ ഹിജ്ർ സൂറയിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം. ആ 7 വചനങ്ങളോട് സത്യവിശ്വാസികൾക്ക് വലിയ ബന്ധമാണ്. ആ 7 ആയത്തുകളുടെ എണ്ണം അനുസരിച്ച് സ്വർഗത്തിന് അള്ളാഹു, നരകത്തിന് അള്ളാഹു 7 വാതിലുകൾ സംവിധാനിച്ചു. ഫാത്തിഹയിലെ 7 ആയത്തുകളോട് ബന്ധമുള്ളവർ നരകത്തിന്റെ 7 ആ വാതിലുകളെ തൊട്ട് രക്ഷപ്പെടും, അതായത് മലക്കുകൾ രക്ഷപ്പെടുത്തുമെന്നാണ്. എന്നാൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഉടൻ നമ്മൾ കാണുന്നത് സൂറത്തുൽ ബഖറ. ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം സൂറത്തുൻ നാസ്. നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന അതിന്റെ തുടക്കത്തിൽ, ആദ്യഘട്ടത്തിൽ അള്ളാന്റെ തിരുദൂതർ പ്രവാചകനായിട്ട് വരുന്ന കാലഘട്ടത്തിൽ ആ ജനങ്ങളുടെ അവസ്ഥ എന്താ? അവർ വിഡ്ഢികളായിരുന്നു, മൃഗതുല്യ ജീവിതമായിരുന്നു. എന്നാൽ അവരെ അള്ളാഹുവിന്റെ തിരുദൂതർ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു. ഖുർആന്റെ ആ ക്രോഡീകരണം പോലും അതറിയിക്കുന്നു. അൽ ബഖറയിൽ നിന്നാണ് തുടക്കം, ഫാത്തിഹ കഴിഞ്ഞാൽ നാസിലാണ് അവസാനിക്കുന്നത്. മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യരെ എത്തിച്ചത് വിശുദ്ധ ഖുർആൻ. അങ്ങനെ എത്ര കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ. 63-ാമത്തെ സൂറത്താണ് മുനാഫിഖൂന സൂറത്ത്. മുനാഫിഖൂന സൂറത്തിലെ അവസാനത്തെ വചനം വരുന്നത് മരണത്തെ പറ്റി ഉണർത്തിയിട്ടാണ്. ഒരാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെടൂലെന്ന് അള്ളാഹുവിന്റെ തിരുദൂതരുടെ വഫാത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. 63-ാമത്തെ വയസ്സിലാണ് അള്ളാഹുവിന്റെ തിരുദൂതർ വഫാത്താകുന്നത്. മുനാഫിഖൂന സൂറത്തിന്റെ തൊട്ട് ശേഷം വരുന്ന സൂറത്ത് തഗാബുൻ, നഷ്ടം എന്നർത്ഥം. ഖിയാമത്ത് നാളിന് യൗമു തഗാബുൻ എന്ന് പറയും. അതാണ് ആ സൂറത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. റസൂലിന്റെ വഫാത്ത് ലോകത്തിന് വലിയ നഷ്ടം. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരങ്ങളാണ്. 19നോട് വലിയ ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആന്റെ അവസാന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എണ്ണിയാൽ 19-ാമത്തത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്താണ്. അതാവട്ടെ അതിന്റെ ആദ്യ ഭാഗമാണ് ആദ്യമായിട്ട് അവതരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി.
എവിടെയും ഒരു വൈരുദ്ധ്യമോ മറ്റോ കാണാൻ സാധ്യമല്ല. ഇനി പരിശുദ്ധമായ ഖുർആൻ അതിന്റെ ഓരോ വചനങ്ങളും ജനങ്ങൾ എത്രമാത്രം സ്വീകരിച്ചു? അത് സ്വീകരിക്കാനുണ്ടായ കാരണമെന്താ? ഖുർആന്റെ ഉപദേശം, ഖുർആന്റെ കൽപ്പനകൾ, അത് സമൂഹത്തോട് പറഞ്ഞ ആശയങ്ങൾ എത്രമാത്രം ആളുകൾ സ്വീകരിച്ചു? അത് ഒന്നാന്തരം മൗഇളത്തായിരുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 57-ാം വചനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുത്തഖീൻ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് സൂറത്തിലെ 57-ാം വചനത്തിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത്, ഖദ് ജാഅത്കും മൗഇലത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മൗഇലത്ത് വന്നിരിക്കുന്നു, തത്വോപദേശം. പിന്നെ പറയുന്നത് വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്നും വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. ഈ ആയത്തിലെ മൗഇലത്ത് ഖുർആനാണ്. ഹൃദയത്തിന് ശമനം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്. ഹുദ ഖുർആനുമാണ്, റസൂലുമാണ്. റഹ്മത്ത് മുത്ത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അതിന് ആധികാരികത ചെറുശ്ശേരി ഉസ്താദ് ഫത്വ കൊടുത്തതുപോലെ. അതിന്റെ ശേഷം അല്ലാഹു പറയുന്നതും അത് അള്ളാന്റെ തിരുദൂതരുടെ ജന്മത്തിൽ സന്തോഷിക്കാനുള്ള ആഹ്വാനം. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലമ ആലൂസി റഹിമഹുല്ലാ പറയുന്നു, അവിടെ റഹ്മത്ത് കൊണ്ടുള്ള വിവക്ഷ മുഹമ്മദ് നബിയാണെന്ന് മഷ്ഹൂറാണ്. കാരണം അംബിയാ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റസൂൽ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണെന്ന്. അപ്പോൾ അല്ലാഹു തആല സൂറത്ത് യൂനുസിൽ പറയുന്ന ഫബിദാലിക ഫൽയഫ്റഹു, ആ റഹ്മത്തിൽ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ റസൂലിന്റെ വരവിൽ സന്തോഷിക്കട്ടെ എന്നോ. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. ആ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾക്ക് ജനങ്ങളെ ഒരു മൗഇലത്ത് വന്നിരിക്കുന്നു. മൗഇലത്ത്, തത്വോപദേശം. റസൂലാണല്ലോ ഈ വചനങ്ങൾ നമുക്ക് ഓതി തന്നത്. റസൂൽ എത്രമാത്രം ഈ വചനങ്ങൾ ഉൾക്കൊണ്ടു? വിശുദ്ധ ഖുർആനിലെ ഹൂദ് സൂറത്തിൽ ഒരു പരാമർശമുണ്ട്, ഫസ്തഖിം കമാ ഉമിർത്. അത് ഖുർആനിലെ ഒരു വലിയ വചനമല്ല, നോക്കൂ, ചെറിയ ഒരു ഭാഗം. ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്. നബിയെ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിന്റെ ദീനിന്റെ ആ ദൃജുവായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ആ ഒറ്റ കാരണത്താൽ അള്ളാന്റെ തിരുദർ പറഞ്ഞു, ആ ആയത്തിൽ ചിന്തിച്ച് എന്റെ തലയിലും എന്റെ താടിയിലും നര വന്നു. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഫസ്തഖിം കമാ ഉമിർത്. ഇത് ഒരു അതിശക്തമായ താക്കീതൊന്നുമല്ല, വളരെ ലളിതമായി നബിയോട് പറയുന്നു. നബിയോട് മാത്രമല്ല അവസാന നാളിന്റെ മുമ്പ്, ഈ ലോകം നശിക്കുന്നതിന് മുമ്പ് അവസാനമായി വരുന്ന ആൾക്കും അത് ബാധകം. പക്ഷേ ആ ഒരു ഭാഗം ഫസ്തഖിം കമാ ഉമിർത്, മഹാനായ ഉമറുൽ കാഹിരി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അല്ലഫൽ അലിഫിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഫസ്തഖിം കമാ ഉമിർത്. ഹൂദ് സൂറത്തിലെ ആ ഒരൊറ്റ പരാമർശം കാരണം അള്ളാഹുവിന്റെ തിരുദൂതർ അതിൽ വല്ലാതെ ചിന്തിച്ച് നര വന്നു. വല്ലാതെ ചിന്തിച്ചാൽ നര വരും. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, തന്റെ പെങ്ങളുടെ ശല്യം കാരണം മുടി നരച്ചുപോയി. സ്വന്തം പെങ്ങള് സ്വന്തം ആങ്ങളയെ ശല്യം ചെയ്യുന്നത് കാരണം അതിൽ ചിന്തിച്ച് പ്രയാസം കാരണം തലയിൽ നര വന്നു. ചിന്ത ഓവറായാലും നര വരും. നര വരുന്നവർ മുഴുവനും അങ്ങനെയാണെന്നല്ല. എന്നാൽ സഹോദരാ, റസൂൽ പോലും പറയുന്നത് ഫസ്തഖിം കമാ ഉമിർത്. ആ ഒരൊറ്റ പ്രയോഗമാണ് എന്റെ ശരീരത്തിൽ, എന്റെ തലമുടിയിൽ നര വരുത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം വലുതാണ്. ഇത് ഓതി തന്ന റസൂൽ ഈ ഖുർആനെ എത്രമാത്രം ഉൾക്കൊണ്ടു എന്നാണ്. അതുകൊണ്ട് വേറുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും.
കിൻഡൽ കണക്കിന് പറയുന്നവരുണ്ട്. ഒരു കണ്ടെയ്നർ നിറച്ച് എന്ന് പറയാം. പക്ഷേ ഒരു 50 ഗ്രാം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതാണ് പലതും ഫലം ചെയ്യാതെ പോകുന്നത്. സഹോദര, റസൂൽ നോക്കൂ, അള്ളാന്റെ തിരുദൂതർ ഈ വചനങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളെ എത്രമാത്രം ഉൾക്കൊണ്ടു. അപ്പോഴാണ് റസൂല് ആ രീതി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ലക്ഷക്കണക്കിന് അനുയായികൾ ഉണ്ടായത്. ഇന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ അത് വ്യാപിച്ചു. അതാണ് ചില ആളുകൾക്ക് ഭയം. ലോകത്തിന്റെ എല്ലാ വക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിശുദ്ധ ഖുർആൻ ഓതി. റസൂൽ ആവശ്യപ്പെട്ടിട്ടാണ് ഓതിയത്. കാരണം ഖുർആൻ മനോഹരമായിട്ട് ഓതണം, കഴിയുന്ന നല്ല ശൈലിയിൽ ഓതണം. ഖുർആൻ ഒരു ശൈലിയുണ്ട്, പാട്ടാക്കരുത്. കവിതയ്ക്ക് ശൈലിയുണ്ട്, ചലച്ചിത്രഗാനത്തിന് മറ്റൊരു ശൈലിയാണ്. വിശുദ്ധ ഖുർആൻ അതിന്റെ ശൈലിയിൽ ഓതണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനോഹരമായി ഓതി. അദ്ദേഹം സൂറത്തുൻ നിസാ ആണ് ഓതിയത്. അവസാനം 41-ാമത്തെ വചനം അദ്ദേഹം ഓതി. അതോടുകൂടെ റസൂല് പൊട്ടിക്കരഞ്ഞു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുപോയി. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹാഉലാഇ ഷഹീദാ. ആ ഒരൊറ്റ വചനമാണ് അള്ളാഹുവിന്റെ തിരുദൂതരെ വല്ലാതെ തളർത്തിയത്. ഓരോ സമുദായത്തിനും ഓരോ സാക്ഷിയെ കൊണ്ടുവരും. ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് താങ്കളെയും കൊണ്ടുവരും. അപ്പോഴേക്കും റസൂലുള്ളാഹി പേടിച്ചുപോയി, ഭയപ്പെട്ടുപോയി. അള്ളാന്റെ തിരുദൂതറിൽ എത്രമാത്രം ആ ആയത്ത് മാറ്റം വരുത്തി. അങ്ങനെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ആയത്തുകൾ കാണാം. ഇന്ന് ഭരണാധികാരികളെ സംബന്ധിച്ചൊക്കെ നേരത്തെ ഇവിടെ കഴിഞ്ഞുപോയ പ്രഭാഷകരൊക്കെ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഒരുപാട് പറഞ്ഞു. സഹോദര, ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിലെ അൽ ഖസസ് സൂറത്തിലൊരായത്ത്, അൽ ഖസസ് സൂറത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്ത് ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഓതിയിരുന്നു. ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഖുർആനിൽ നിന്ന് ഓതിയിരുന്നത് ഏത് ആയത്താണ്? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അതിൽ അല്ലാഹു പറയുന്നത് ഐഹികമായ ജീവിതത്തിൽ അഹങ്കാരം ഉദ്ദേശിക്കാത്ത, കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾ, അവർക്കാണ് പരലോകത്തെ വിജയം. ഇതിനെ സംബന്ധിച്ചാണ് ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓതിയത് ആയത്താണ്. എന്താ കാരണം? ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് ചിലപ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഭരണാധികാരികൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പല ഭരണാധികാരികൾക്കുണ്ട്. അപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഒരു 2000-ന്റെ നോട്ട് കൊണ്ട് ഇടങ്ങാറായിരിക്കണം ആളുകൾ. കുറുക്കൻ ആമനെ കിട്ടിയതുപോലെ. ഇല്ലം ചുട്ട് കഴിഞ്ഞു, എലിയെ പേടിച്ചിട്ടാണ്. അതല്ലെങ്കിൽ കുളം വറ്റിച്ചു, ആമയെ മുതലയെ പേടിച്ചു. ഇയാൾക്കറിയില്ല മുതല കുളമില്ലെങ്കിൽ ജീവിക്കും. അതല്ലെങ്കിൽ എലി ചാടിപ്പോയി, ഇല്ലം ആകെ ചുട്ട് ചാമ്പലാക്കപ്പെട്ടു. ഭരണാധികാരികൾ പഠിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആലാവിന്റെ ചരിത്രത്തിൽ കാണാം, താൻ ഭരണം നടത്തുമ്പോൾ ഒരിക്കലും അഹങ്കാരത്തിന്റെ ഒരു വാക്കോ മറ്റോ വരാതിരിക്കാൻ അദ്ദേഹം അൽ ഖസസ് സൂറത്തിലെ അവസാന ഭാഗത്തുള്ള ഈ വചനം നിരന്തരം ഓതിയത്രേ. ഇന്ന് ഭരണാധികാരികൾ കടന്നു വരുന്ന സമയത്ത് അവിടെ യാത്രക്ക് തടസ്സം വരുമോ എന്ന് കരുതിയിട്ട് ആംബുലൻസ് പോലും നിയമപാലകരെ തടഞ്ഞു വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മന്ത്രി പോയിട്ടാണ് ആംബുലൻസ് പോകുന്നത്. അത്യാസന്ന നിലയിൽ ഒരു രോഗി അതിൽ കിടക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഭരണം. അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ ആ സ്ഥാനത്ത് എത്തിച്ച പാവപ്പെട്ട ഒരാൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ പറയും ആള് സ്ഥലത്തില്ല, തിരുവനന്തപുരത്താണ്. സാറിന്റെ ചെരുപ്പ് മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നത് പോലെ തോന്നിപ്പോ. അയാൾ തിരുവനന്തപുരത്തല്ല, അയാൾ വീടിന്റെ മുകളിലെ നിലയിലാണ്. അയാളെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ വേണ്ടി ഈ സാധു ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുമ്പോൾ കയറിയിട്ടുണ്ടാവും. മൈദപ്പൊടിയിട്ട് പൊറാട്ട ചൂടാനുള്ള സാധനമാണ്. പക്ഷെ അതുമായിട്ട് കയറിയതാണ്. പക്ഷെ ഭരണാധികാരികൾ അറിയുന്നില്ല ഇവരെ വളർത്തിയത് ആരാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി സഹോദര ഒരാൾ വന്നു അത്രേ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത്രമാത്രം മാറ്റം വരുത്താൻ കാരണം വിശുദ്ധ ഖുർആനിലെ അൽ ഖസസ് സൂറയിലെ സുപ്രധാനമായ ഈ വചനമാണ്. ഒരു ഗസ്റ്റ് വന്നു അദ്ദേഹത്തിന്റെ അരികെ. വന്നത് രാത്രി സമയത്താണ്. തന്റെ വൃത്യനുണ്ട്, വൃത്യൻ കിടന്നുറങ്ങാണ്. അയാൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇയാളുമായി സംസാരിക്കുമ്പോൾ വിളക്കണഞ്ഞുപോയി, എണ്ണ കഴിഞ്ഞതാ.
ഉടനെ തന്നെ ഭരണാധികാരി പറഞ്ഞു അത്രേ, ഞാൻ ഇതിൽ എണ്ണ പാർന്ന് കത്തിച്ചു വരാം. അപ്പൊ അതിഥി പറഞ്ഞു, ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഭരണാധികാരിയല്ലേ, അത് പറ്റില്ല, നിങ്ങൾ എന്റെ വിരുന്നുകാരന, നിങ്ങൾ ഇരിക്കും. എന്ന പിന്നെ ഭൃത്യനെ വിളിച്ചുകൂടെ? ഇല്ല, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിളക്കിൽ എണ്ണ പാർന്ന് അത് കത്തിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം തന്റെ വിഷമം പറഞ്ഞു അത്രേ, നിങ്ങളെപ്പോലത്തെ ഒരാൾ ഇത് ചെയ്തതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ ഈ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അബ്ദുൽ അസീസിന്റെ മകൻ ഉമർ, വിളക്ക് കത്തിച്ചതിന്റെ ശേഷവും ഞാൻ അബ്ദുൽ അസീസിന്റെ മകൻ ഉമർ, എനിക്കൊരു കുറവും വന്നിട്ടില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ സഹോദര അദ്ദേഹം ചന്തയിൽ ഒരു മിന്നൽ പരിശോധന നടത്തി, ഇസ്ലാമിക സമാജത്തിന്റെ അധിപൻ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് ഒരു ഭാഗത്ത് ഒരുപാട് തടിച്ചു കൊടുത്ത ഒട്ടകങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ഇത് ആരുടെ ഒട്ടകങ്ങളാ? വിവരം കിട്ടി, അത് തന്റെ മകന്റെ ഒട്ടകങ്ങളാ. ഉടനെ മകനെ വിളിച്ചു. മകനും പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ വാങ്ങുന്ന സമയത്ത് ഈ ഒട്ടകങ്ങൾ ഇത്ര തടിയുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ദീർഘവീക്ഷണം നോക്കണം. അദ്ദേഹം ചിന്തിച്ചത്, ഒരുപക്ഷെ ഇത് ഖലീഫ ഉമറിന്റെ മകന്റെ ഒട്ടകമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും തീറ്റ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് ഭരണത്തിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം ചെലുത്തണമെന്ന ദുരുദ്ദേശമുണ്ടാകും. ഇതിന്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസപ്പെടുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ഇതിന്റെ മൂലധനം, ഇത് വാങ്ങുന്ന സമയത്ത് എത്ര കാശ് കൊടുത്തു, അതിനുള്ള ഒട്ടകങ്ങൾ എടുത്തിട്ട് ബാക്കി ഒട്ടകങ്ങൾ ബൈത്തുൽ മാലിൽ അടക്കണമെന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ മകനോട് ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ ഒരാൾ മന്ത്രിയായി എന്ന് സങ്കല്പിക്കുക. 5 കൊല്ലത്തിനിടയിൽ മന്ത്രിയുടെ മകൻ കാര്യമായിട്ടൊന്നും നേടിയിട്ടില്ലെങ്കിൽ മന്ത്രിയും പറയും, ആളുകളും പറയും, അവനെന്തിനു പറ്റും? സഹോദര, ഒറ്റായത്താണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയിലെത്തിച്ചത്. തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാവിലെ നേരം വെളുത്താൽ അങ്ങാടിയിൽ പോകും. ആരെങ്കിലും സിറിയയിലേക്ക് എങ്ങനെ, ഷാമിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ചോദിച്ചാൽ വടി കാണിച്ചു കൊടുക്കും. യമനിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന് ചോദിക്കുമ്പോൾ വടി കാണിക്കും. ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം, എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു രാവിലെ അങ്ങാടിയിൽ പോകും. അപ്പൊ ഒരിക്കൽ ചോദിച്ചു അത്ര, നിങ്ങളെ പോലത്തെ കാര്യപ്പെട്ട ഒരാള് ഇതിനായിട്ട് അങ്ങാടിയിൽ വരുന്നത്? അദ്ദേഹം ഓതിയത് അൽ ഖസസ് സൂറത്തിലെ ഈ വചനമാണ്. ഞാൻ ഉണർത്തുന്നത് എത്രമാത്രം സ്വാധീനം ചെലുത്തി വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവരിൽ. അവർ വിനയാന്വിതരായി എന്നാണ്. അങ്ങനെ ഒട്ടേറെ ഖുർആനിൽ ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരു മഗ്രിബ് നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിന്റെ ശേഷം സൂറത്തു തകാസുർ ഓതി. ഈ സമയത്ത് ബാക്കിലെ സഫിൽ ഒരാൾ തളർന്നു വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അവരോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് അവർ ഉൾക്കൊണ്ടത് ആ രൂപത്തിലായിരുന്നു. മരണം സംഭവിച്ചു വന്നു. ഒരാൾ മരിച്ചാൽ അന്ന് രാത്രി കബറ് തുറന്നിട്ട് മയ്യത്ത് പുറത്തെടുത്തിട്ട് കഫൻ പടവെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഒരാൾക്ക്. ഉപജീവന മാർഗത്തിന് നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കൽ കുറ്റബോധം വന്നു. അള്ളാന്റെ തിരുദൂതർ പോലും തൽക്കാലം അദ്ദേഹത്തെ മടക്കി അയച്ചു. ഒരു മരുഭൂമിയിൽ പോയിട്ട് അദ്ദേഹം 7 ദിവസം അള്ളാഹുവോട് തൗബ ചെയ്തു. കാരണം ഒരു അൻസ്വാരി സ്ത്രീയെ, ഒരു പെണ്ണിന്റെ ജനാസ മറവ് ചെയ്ത അന്ന് അദ്ദേഹം തന്റെ പതിവ് ജോലി ചെയ്തതാണ്. പക്ഷെ ആ പെണ്ണിനെ വ്യഭിചരിക്കാൻ ഒരുങ്ങി. ചരിത്രം പറയുന്നു, അദ്ദേഹം 7 ദിവസമാണ് സഹോദര മരുഭൂമിയിൽ നിന്നത്. സുജൂദിൽ കടന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അവസാനം വഹി വന്നു, അദ്ദേഹത്തിന്റെ തെറ്റ് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘത്തിന് വിധങ്ങൾ പറഞ്ഞയച്ചു. അങ്ങനെ മഹാനായ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘം അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം പറ്റ അവശനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് മസ്ജിദുൻ നബവിയിലെത്തുമ്പോൾ മഗ്രിബിന് വാങ്ക് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാബിലേക്ക് കയറി. അദ്ദേഹം ഏറ്റവും ബേക്കിലെ സഫിലാണ്. അദ്ദേഹം വളരെ അവശനാണ്. റസൂലോദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അതോടുകൂടെ ഇദ്ദേഹം ബാക്കിൽ മരിച്ചു വീണുന്നാണ്. കാരണം കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ സൗഫ തഅലമൂൻ, അതൊരു ഞെട്ടിക്കല. അൽഹാകുമുത് തകാസുർ, ദുരഭിമാനം നടിക്കൽ നിങ്ങളെ ശ്രദ്ധയില്ലാത്തവരാക്കി. ഹത്താ സുർതുമുൽ മഖാബിർ, ശ്മശാനം സന്ദർശിക്കുന്നത് വരെ, ഖബർസ്ഥാനം സന്ദർശിക്കുന്നത് വരെ, മരിക്കുന്നത് വരെ എന്നർത്ഥമാക്കാം. അതല്ലെങ്കിൽ ഖബർ സന്ദർശിച്ചാൽ ആളുകൾക്ക് മനസ്സിൽ മാറ്റം വരുമെന്ന. ഇതിന് തയ്യാറല്ലെങ്കിൽ അള്ളാഹു പറയുന്നത് കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ.
അള്ളാഹു തആല ഭീഷണിപ്പെടുത്താം, ശക്തമായ താക്കീതാണ്. വേണ്ടടാ, അറിയുക തന്നെ ചെയ്യും, വീണ്ടും അറിയുക തന്നെ ചെയ്യും. ഒന്ന് മരിക്കുമ്പോഴും രണ്ട് കബറിലാണ്. ഇത് ചിന്തിച്ച് കബർ കണ്ടിട്ട് മാറ്റം വന്നു എന്ന് മാത്രമല്ല, മാറ്റം വന്നില്ല എന്ന് മാത്രമല്ല, ഖബറിന്റെ മയ്യത്തിനെ പുറത്തെടുത്ത് കഫം പടവെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി മടക്കി വിറ്റു. ഇതിന് ചിന്തിച്ച അദ്ദേഹം നിസ്കാരത്തിൽ വീണു, ഈ ലോകത്തോട് വിട പറഞ്ഞു. അബൂ ലുബാബ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാലോ, ബനൂ ഖുറൈള ഗോത്രക്കാരോട് അവർ വല്ലാതെ ഇസ്ലാമിന് ശല്യം ചെയ്തപ്പോൾ ചെറിയൊരു ഉപരോധം ഏർപ്പെടുത്തി. അള്ളാന്റെ തിരുദൂതരും സംഘവും അവരുടെ കോട്ട വളഞ്ഞു. അവരുമായിട്ട് വ്യക്തിബന്ധമുള്ള ആളായിരുന്നു അബൂ ലുബാബ റളിയല്ലാഹു അൻഹു. ഈ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, റസൂല് എന്തൊരു തീരുമാനമെടുത്താലും നിങ്ങൾ അത് സ്വീകരിക്കുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഒരു അമാനത്തായിട്ട് ഏൽപ്പിച്ചതാണ്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഈ ബനൂ ഖുറൈള ഗോത്രക്കാരുടെ അരികെ ചെന്നിട്ട് റസൂല് ചോദിച്ചതുപോലെ അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിന് ഇവരോടുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ റസൂല് പറയാത്തൊരു സൂചന ഇയാൾ കൊടുത്തു. ഇയാൾ എന്ത് ചെയ്തു അറിയോ? അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്റെ കൈ കൊണ്ട് കടുത്ത് വെട്ടലായിരിക്കും നബിയുടെ തീരുമാനം ഇങ്ങനെ ആംഗ്യം കാണിച്ചു, പറഞ്ഞില്ല. ഈ മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറിയാൽ ബസ്സിലെ ജീവനക്കാർക്കുണ്ട് ഒരു പരസ്പരം ഒരു കൈമാറൽ ഇങ്ങനെ കാട്ടിക്കൊടുക്കും. കടുത്തില് കൈവച്ചിട്ട്. അതിന്റെ അർത്ഥം ചങ്ക് വെട്ടുന്നല്ല, ചങ്കുവെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കോട്ടക്കൽ. ചങ്കുവെട്ടിയിലേക്ക് രണ്ടാൾ കയറിയാലാണ് ഇങ്ങനെ രണ്ട് കാട്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അബൂ ലുബാബ റളിയല്ലാഹു അൻഹു ഇവരോട്, യഹൂദികളോട് ഇങ്ങനെ കാണിച്ചത് തലവെട്ടലായിരിക്കും നബിയുടെ തീരുമാനം എന്നാണ്. യഥാർത്ഥത്തിൽ അത് ഏൽപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് പോയി ചെറിയൊരു വഞ്ചന. അൻഫാൽ സൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻഫാൽ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 വചനങ്ങൾ ഇറക്കി. ആ 2 വചനങ്ങൾ ഇദ്ദേഹം കാരണം ഇറങ്ങി എന്ന് കണ്ടപ്പോ അദ്ദേഹം ബഹുമാനപ്പെട്ട കാസിം ഉസ്താദ് എത്തി, അതുപോലെ തന്നെ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഇവിടെ ചിന്തിക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ 2 വചനങ്ങൾ ഇറങ്ങിയ കാരണത്താൽ മഹാനായ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു തന്നെ പള്ളിയിൽ വന്നു. ഒരു കയറും കൊണ്ട് അദ്ദേഹം വന്നത്. എന്നിട്ട് ആ കയറുകൊണ്ട് മസ്ജിദ് നബവിയിലെ ഒരു തൂണിൽ അദ്ദേഹം സ്വയം തന്നെ കെട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ദോഷം അല്ലാഹ് പുറത്തു എന്നുള്ള ആ ഉറപ്പ് എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ മരിക്കുന്നത് വരെ മസ്ജിദ് നബവിയിലെ ഈ തൂണിൽ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. 2 ആയത്തുകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റം വരുത്തുന്നത്. അദ്ദേഹത്തിന്റെ കുറ്റബോധം നോക്കും. അവസാനം 7 ദിവസം അദ്ദേഹം അങ്ങനെ കടന്നു. ചില സന്ദർഭത്തിൽ അദ്ദേഹം ആ കെട്ടിൽ കിടന്ന അബോധാവസ്ഥയിലായി. 7ാമത്തെ ദിവസം അല്ലാഹു തആല നബി അറിയിച്ചു, അബൂ ലുബാബക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകർ ആളെ വിട്ടു ആ കെട്ടഴിക്കാൻ. അദ്ദേഹം പറഞ്ഞു, റസൂല് വന്നിട്ട് കെട്ടഴിക്കാതെ ഞാൻ സമ്മതിക്കില്ല. അള്ളാന്റെ തിരുദർ വന്നു, ആ കെട്ടഴിച്ചു കൊടുത്തു. ഓരോ ആയത്തുകൾ അവരിൽ സൃഷ്ടിച്ച വിപ്ലവങ്ങളാണ്. ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ വല്ലാത്തൊരു മൗഇദത്താണ്. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഫലം ചെയ്യും. എല്ലാവർക്കും അറിയാലോ, 2000 ജാമ്യയിൽ നിന്ന് ഇറങ്ങിയത് അന്ന് ആ കൊല്ലത്തിൽ തുടങ്ങിയ വിശുദ്ധ ഖുർആന്റെ സദസ്സുകൾ ഇന്നും അതേ രൂപത്തിൽ നമുക്ക് നടത്താൻ കഴിയുന്നു. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. ആളുകൾ കുറയുന്നതിന് പകരം കൂടുകയാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വലിയ പരിവർത്തനം വരും. വലിയ മദ്യത്തിനും അതുപോലെ തന്നെ വലിയ തെറ്റുകൾക്കും അടിമപ്പെട്ട ഒരു സഹോദരനെ വീട്ടിൽ കൊണ്ടുവന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ 2 മണിക്കൂർ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കാര്യമായൊരു പുരോഗതിയൊന്നുമില്ല. എന്റെ വളത് കഴിഞ്ഞാൽ പോകാം എന്നുള്ള രൂപത്തിലിരിക്കുക. ഞാൻ വിശുദ്ധ ഖുർആൻ എടുത്തു, മുസാഹിഫ് എടുത്തിട്ടു. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നിട്ട്, മൈക്കൊന്നും ആവശ്യമില്ലല്ലോ, ഖുർആൻ ഓതുന്ന യഥാർത്ഥ ശൈലിയിൽ ഞാൻ അദ്ദേഹത്തോട് ഓതിക്കൊടുത്ത നിമിഷം അദ്ദേഹം എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. 2 മണിക്കൂർ ഞാൻ പറഞ്ഞിട്ട് കുലുങ്ങാത്ത സഹോദരൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ മനഃപൂർവ്വം ഒരു പ്രധാനപ്പെട്ട ഭാഗം ഓതി. ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. ആ ഭാഗം ഓതിയിട്ട് നിസ്കാരത്തിൽ വീണ് മരിച്ച സംഭവങ്ങൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇസ്മായിലുൽ ഹഖ് റളിയല്ലാഹു അൻഹു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ആ വചനം തന്നെ ഓതി. ഈ കുട്ടി കരഞ്ഞുപോയി എന്റെ മുന്നിൽ. പിന്നെ കൂടുതൽ സംസാരിക്കേണ്ടി വന്നില്ല. ആ സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ മദ്യം തൊടില്ല. ഇതാണ് സഹോദര വിശുദ്ധ ഖുർആൻ. ഓർത്തുപോകുന്നു, ഹജ്ജിന് പോയ വേളയിൽ മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് തിരിക്കേണ്ട ദിവസം, അന്ന് നേരത്തെ സുബഹിക്ക് പള്ളിയിൽ പോയി മസ്ജിദ് നബവിയുടെ ഉള്ളും പുറം നിറഞ്ഞു കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ.
ഞാൻ ചെന്നിരുന്ന ഉടനെ ശ്രദ്ധിച്ചു, എന്റെ അരികെ ഇരിക്കുന്ന ഒരു കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു നൈജീരിയക്കാരനാണ്, ഇപ്പുറത്തൊരു പാകിസ്ഥാനിയാണ്. അങ്ങനെ നിസ്കാരം തുടങ്ങി. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം ഇമാം ഒരു ഭാഗമോതി, അദ്ദേഹം കരഞ്ഞു. അതോടുകൂടെ മസ്ജിദുൻ നബവിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ കരയുകയാണ്. വല്ലാത്തൊരനുഭൂതി. ഇതെന്തുകൊണ്ടാണ്? ഇത് വിശുദ്ധ ഖുർആന് മാത്രം അവകാശപ്പെട്ടത്. അവസാനം ഇമാമിന് ഓതാൻ കഴിഞ്ഞില്ല. നമ്മളത് മനസ്സിൽ കുറിച്ചിട്ടു. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിലീൻ. പക്ഷെ അത് മുഴുവനായിട്ട് ഓതാൻ ഇമാമിന് കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് ആളുകൾ പൊട്ടിക്കരഞ്ഞു. ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിന്റെ അർത്ഥം തിരിയാത്തവരായിരിക്കാം. പക്ഷെ എന്നിട്ടും എല്ലാവരും കരഞ്ഞത് അതാണ് ഖുർആന്റെ മാസ്മരിക. അപ്പൊ വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ നമുക്ക് വഴി കാണിക്കും. നമ്മുടെ ജാമ്യയിൽ നിന്നിറങ്ങുന്ന നമ്മുടെ ഫൈലിമാരൊക്കെ, ഒരു ദിവസം ഇമാമ് നിൽക്കുന്ന നമ്മുടെ ഉസ്താദുമാരൊക്കെ ഒരൊറ്റ വചനം ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ജനങ്ങളിൽ മാറ്റം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിന് നിർബന്ധമായിട്ടും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ ഒരിക്കലും പരാജയപ്പെടില്ല. സഹോദര, ക്യാൻസർ രോഗികൾ കൂടുന്നൊരു സന്ദർഭമാണ്. സകല രോഗങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആനാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. അൽ ഇസ്രാ സൂറയിലെ 82-ാമത്തെ വചനവും യൂനുസ് സൂറത്തിലെ 57-ാമത്തെ ആയത്തും സൂറത്ത് തൗബയിലെ 14-ാമത്തെ ആയത്തും ഫുസ്സിലത്ത് സൂറത്തിൽ നിന്ന് 44-ാമത്തെ വചനവും നഹ്ൽ സൂറത്തിലെ 69-ാമത്തെ വചനവും അതുപോലെ ശുഅറാ സൂറത്തിലെ 80-ാമത്തെ വചനവും, ഈ 6 ആയത്തുകൾ നമ്മുടെ സകല രോഗങ്ങൾക്കും പരിഹാരമാണ്. സൗദി അറേബ്യയിൽ നിന്നിറങ്ങിയ പുതിയ തഫ്സീറുകൾ വരെ അത് കാണാൻ കഴിയും. എല്ലാ രോഗങ്ങൾക്കും, ആന്തരിക രോഗങ്ങൾക്ക് ശിഫയാണ് എന്നതുപോലെ തന്നെ നമ്മുടെ അസൂയ, നമ്മുടെ കിബ്ർ, ഷിർക്ക്, കുഫ്ർ, നിഫാഖ് ഇതൊക്കെ പോകും. അതിന്റെ പുറമെ സകല രോഗങ്ങൾക്കും വരുന്ന സൂറത്തുൽ ഫാത്തിഹ വരുന്ന, അൽ ബഖറയുടെ ആദ്യത്തെ 4 വചനങ്ങൾ വരുന്ന, അൽ ബഖറ സൂറത്തിൽ തന്നെ ആയത്തുൽ കുർസിയും അതിന്റെ ശേഷമുള്ള 2 വചനങ്ങളും, അവസാനത്തെ 3 ആയത്തുകൾ, ആലു ഇമ്രാനിലെ 18-ാമത്തെ വചനം, അൽ അറാഫ് സൂറത്തിലെ 54-ാമത്തെ വചനം, ഗാഫിർ സൂറത്തിലെ ആദ്യത്തെ 3 വചനങ്ങൾ, ജിന്ന് സൂറത്തിലെ ആദ്യത്തെ 2 വചനങ്ങൾ, മുഅ്മിനൂന സൂറത്തിലെ അവസാനത്തെ 4 വചനങ്ങൾ, സോഫാത്ത് സൂറത്തിലെ ആദ്യത്തെ 10 വചനങ്ങൾ, അതുപോലെ തന്നെ തൗബ സൂറത്തിലെ അവസാനത്തെ 2 വചനങ്ങൾ, അൽ ഹശ്ർ സൂറയിലെ അവസാനത്തെ 4 വചനങ്ങൾ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് ഒട്ടേറെ വചനങ്ങൾ വരുന്ന 20ഓളം വചനങ്ങൾ വരുന്ന ആ പേരുകൾ വരുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ സഹോദര നമുക്ക് വലിയ ഫലം ചെയ്യുന്ന സകല രോഗങ്ങൾക്കും വരുന്നതാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആന്റെ അനുയായികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആന്റെ ഹക്ക് കൊണ്ട്, പുണ്യനബിയുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മുടെ പ്രവർത്തകർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.